ഹായ് ഹലോ പൂമുറ്റൻ ചാനലിലെ ഒരു പുതിയ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ഒരു പാക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ആദ്യം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് എടുക്കേണ്ടത്. റൂട്ടഡ് ചെടികളാണ് എപ്പോഴും ഒരാൾക്ക് നമ്മൾ അയക്കുമ്പോൾ പെർഫെക്റ്റ് ചോയ്സ്. എന്നിട്ട് നമ്മളത് കുറച്ച് ചകിരിച്ചോറ് മുന്നേ നമ്മൾ ഇതിൻ്റെ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ചെടികൾ വാങ്ങുന്നവർക്ക് എങ്ങനെയാണ് നിങ്ങളിലേക്ക് ചെടികൾ എത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചകിരിച്ചോറോ മണ്ണിലോ ചെടികൾ വെച്ചിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് നനയ്ക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ചെടികൾ ഹെൽത്തി ആയിട്ട് അവരുടെ കയ്യിലേക്ക് എത്തുക. മാത്രമല്ല, നമ്മൾ ചെടി എപ്പോഴാണോ അയക്കുന്നത് അതിനൊരു 2 മിനിറ്റ് മുന്നെയാണ് ചെടി പൊരിക്കുന്നതെങ്കിൽ ഫ്രഷ് ചെടി തന്നെ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും എത്തുക കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, സ്വന്തമായി നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സന്തോഷം, മെച്ചങ്ങൾ എന്നാണ്. പൂമുറ്റ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യും കേട്ടോ. അപ്പം സ്വന്തമായി കുറച്ച് പൈസയെങ്കിലും നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നത് വലിയൊരു സന്തോഷമാണ്. ഏത് ബിസിനസ് ആവാം, നമുക്ക് എന്തും എടുക്കാം. വീട്ടിലിരുന്ന് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ചെറിയ രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ചെടികൾ വളർത്തി വിൽക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് നഴ്സറിയിൽ നിന്നൊന്നും വലിയ വില കൊടുത്ത് ചെടി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചെടികൾ വളർത്തുന്നു. എന്നിട്ട് അത് കുറച്ച് ബുഷിയായിരുന്നവരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെറിയ പൈസയ്ക്ക്, നമുക്ക് വലിയ പൈസ ഇല്ലാതെ ചെറിയ പൈസയ്ക്ക് നമ്മൾ വിൽക്കുന്നു. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ഫുഡ് ഉണ്ടാക്കാം. തയ്യൽ അറിയുന്നവരാണെങ്കിൽ തയ്യൽ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്രോഷ്യോ ഒക്കെ ഇല്ലേ, ക്രോഷ്യോ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റയിലൊക്കെ ഒരു പേജൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. പിന്നെ ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് ട്യൂഷന്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഓൺലൈൻ ട്യൂഷൻസിന് മണിക്കൂറിനാണ് ഇപ്പോൾ പൈസ. അത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കുക. അങ്ങനെ നമ്മുടെ കഴിവ് എന്താണോ അതിലൂടെ ഒരു ചെറിയ വരുമാനം നേടാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ കൂടെയുള്ള ഒരാൾ, അയാൾ എത്ര സമ്പന്നനാണെങ്കിലും എന്നും എപ്പോഴും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ആരോ മുന്നിലാണോ നമ്മൾ കൈ നീട്ടുന്നത് അത്ര വിലയെ നമുക്ക് കിട്ടുള്ളൂ. ഈ ലോകത്ത് നമ്മൾ നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ പ്രിയപ്പെട്ടതാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും ഈ പൈസയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരായിട്ടാണ് നമുക്ക് തോന്നുക. ഓൾമോസ്റ്റ് ഒരു തവണയെങ്കിലും അങ്ങനെ ഇൻസൾട്ട് ആവാത്ത ഒരു സ്ത്രീയും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തമായി കിട്ടുന്ന ഒരു ചെറിയ തുകയ്ക്ക് പോലും ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ആരോടും ചോദിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് ശരിക്കും എത്ര വലുതാണെന്ന് അറിയാം. പണം മാത്രമല്ല, അത് നമ്മുടെ കഴിവിനൊരു വിലയുണ്ടെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയാനും നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നാനും മനസ്സിന് സന്തോഷമൊക്കെ, അതൊരു ശരിക്കും അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊരു ചെറിയ കഴിവുണ്ടെങ്കിൽ പോലും അത് വെറുതെ കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുക. ഇന്ന് 1 രൂപയാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും 1 രൂപ കൂടിയാൽ 10 രൂപയാണ് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരെ എനിക്ക് മനസ്സിലായത്. നാളെ അത് വലിയൊരു അവസരമായി നമുക്ക് മാറും. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആദ്യ ഒരു പടിയായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങുക. അതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിലിയിലൊക്കെയാണ് ഉള്ളതെങ്കിലും ഈ ലോകത്ത് ഓൾമോസ്റ്റ് എല്ലാവരും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. നമ്മളിതറിയാതെ ഒരുപാട് ലേഡീസ് സ്വന്തം ഭർത്താവിനെ മാത്രം വിശ്വസിച്ച് അവരാണ് ലോകം എന്ന് വെച്ച് ജീവിക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ടിയും ജീവിക്കുന്നുണ്ട്. കുറച്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ സിമ്പതിയോ നീ ഇത് ചെയ്തെന്നില്ല എനിക്ക് വലിയ സന്തോഷമായിട്ടോ ഇങ്ങനെയൊന്നും പറയുന്ന ഒരു ചുറ്റുപാടല്ല നിങ്ങൾക്കുള്ളത്. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. നിങ്ങൾക്കെന്ന് വെച്ച് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർ നിങ്ങളെ അഭിനന്ദിക്കുന്നതും നിങ്ങളെന്നും ചെയ്തു കൊടുക്കുന്ന, ഇപ്പോൾ അയൺ ചെയ്ത് കൊടുക്കുക, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അലക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഒരു അഭിനന്ദനം കിട്ടില്ല. പക്ഷേ സ്ത്രീകൾ എന്താ ചെയ്യുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാരും കാണുന്നില്ല. ആ സ്ഥലത്ത് നിങ്ങളൊരു ജോലി എടുത്ത് 1000 രൂപക്ക് ആദ്യമായിട്ടൊരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്ത് നോക്കൂ. ഭയങ്കര സന്തോഷവും അഭിമാനവും കാണാം നിങ്ങൾക്ക്. പിന്നെ പല വീട്ടിലുള്ളവർക്കും അവരാദ്യം നീ ഒന്നും ചെയ്യേണ്ട എന്നാണ് സമ്മതിക്കാതിരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ പോലും നിങ്ങൾ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു അഭിനന്ദനം വേറെയാണ് തരുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാൻ ശരിയായിട്ട് ആലോചിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്, ക്രോഷ്യോ വർക്ക് അറിയുന്നവർക്ക് അത് ചെയ്യാം, പെയിൻറ്റിങ് അറിയുന്നവർക്ക് ഗ്ലാസ് പെയിൻറ്റ്, സാരി പെയിൻറ്റിങ്, അതേപോലെ ഇപ്പോൾ എന്ന് വെച്ചാൽ സ്റ്റിക്കറുകൾ വരെ അവൈലബിൾ ആണ് മീഷോ പോലുള്ള പ്ലാറ്റ്ഫോമിൽ. നല്ലൊരു വർക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. അതേപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് സാരി ഡ്രേപ്പിംഗ് പഠിച്ചാൽ മതി. അത് ബോക്സ് ചെയ്ത് കൊടുക്കുന്ന ഇപ്പോൾ ഒരുപാട് ആളുകൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ബ്യൂട്ടീഷ്യനായിട്ട് പോകാൻ പറ്റും. എന്താണോ നിങ്ങളെ ടാലൻറ്റ്, ഒരു പെൺകുട്ടിക്കും ഒരു ടാലൻറ്റും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഐക്യു കൂടുതലായിരിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും
കഴിവുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ ഇൻട്രോവേർട്ടായ ഒരാൾക്ക് മുഖം കാണിക്കേണ്ട, അല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ ചെടി വളർത്തി സെയിൽ ചെയ്യും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെടി സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊന്നും ഒരുപാട് പൈസ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എന്നിരുന്നാൽ പോലും നമുക്ക് സന്തോഷിക്കാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും വീടൊക്കെ ഇല്ലാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ വീടുണ്ടാവും. പിന്നെ ഭക്ഷണങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. നമ്മൾ കഴിക്കാത്ത ഫുഡ്, വെറൈറ്റി ഫുഡ്, ഒന്ന് ഹോട്ടലിൽ കയറുക, ഒരു ഫാലുദ കഴിക്കുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും, ഒരു പിസ്സ എന്താ പോലും അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഒരു പിസ്സയൊക്കെ നമുക്ക് കഴിക്കണം, ഒരു ചിക്കൻ റോളൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 100 രൂപയുടെ അത്ര പൈസ മതി, ഒരു 200 രൂപയുടെ താഴെ മതി. ഈ ഒരു ചെടി ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ബിസിനസ് കൊണ്ട് നമുക്ക് ആ പൈസ കിട്ടും. അപ്പോൾ ആ ആഗ്രഹം നമ്മൾ നിറവേറ്റിയാൽ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷിക്കും നമുക്ക് എവിടെയെങ്കിലും പോകാമെന്നുള്ളത്. പക്ഷേ അതിന് നമ്മൾ ഇങ്ങനെ 200 100 കിട്ടുന്നത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഒന്നും വേണ്ട, നമ്മളെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു ചായ കുടിക്കാൻ പോയപ്പോഴും ഞാൻ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു അഭിമാനം വേറെ. നമ്മളോട് ചുറ്റുപാടും എന്നുള്ള പുച്ഛം മാറാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ സ്വന്തമായി ഏൺ ചെയ്യുക. ഇനിയുള്ള കാലം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വിലയുള്ളൂ. ഈ ലോകത്ത് പൈസയാണ് എല്ലാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ബന്ധങ്ങൾക്കോ സ്നേഹങ്ങൾക്കോ ഒന്നും വിലയില്ല. പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വയം സന്തോഷിക്കാൻ ഒരാൾക്ക് പറ്റിയാൽ അതൊരു സമാധാനമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പൂമറ്റൻ ചാനൽ ഒരു ഗാർഡനിങ് ചാനലാണ്. ചെടികളുടെയും പൂക്കളുടെയും വിശേഷം പറഞ്ഞു വരുന്ന ഒരു ചാനലാണ്. അതിൻ്റെ കൂടെ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, ഇത് പറയാമെന്ന് തോന്നിയുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. അപ്പം താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ബൈ ബൈ.